ഈ നേരത്തെ പറഞ്ഞ ഇവന്മാരുടെ ഈ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് എവിടെ ഞാൻ എഴുതിയ സിസ്റ്റം സ്പേസ് ഇവിടെ ഇതെവിടെയാണ് ഞാൻ എഴുതിയിരുന്നു. ഇതാണ് ഞാൻ എഴുതിയത്. ഒരു മിനിറ്റ്. അധ്വാനിക്കുന്ന ജനവിഭാഗം പറ്റിച്ച് ജീവിക്കുന്ന ടീമുകൾ മറ്റേ അറ്റത്ത് കിടക്കണ ഇവരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം കൊടുക്കാണ്ട് ഈ സാധനം എടുത്ത് സ്റ്റോക്കിലേക്ക് ഇട്ട്, അതായത് ഡംപിങ് സ്റ്റോക്ക്. ഇവരാരും കളിയാക്കാൻ പാടില്ല, പേടിക്കേണ്ട സംഭവമാണ് നാട്ടിൽ നടന്നതാണ് ഈ ഡംപിങ് സ്റ്റോക്ക്. അതായത് ഡംപിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട നെഗറ്റീവ് ഇതാണ് സംഭവം. ഡംപിങ് സ്റ്റോക്ക് ഒരിക്കലും ഈ കാലാവസ്ഥക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. കൃഷിയുള്ള സ്ഥലത്ത് ഡംപിങ് സ്റ്റോക്ക് ഇല്ല. അതാണ് നമ്മുടെ കയറ്റുമതി. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കൊടുത്തതിനുള്ള സാധനം മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ലോകരാഷ്ട്രങ്ങളും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ട് ബുദ്ധി. ആഫ്രിക്കക്കാർ കേൾക്കുന്നുണ്ടാണെങ്കിലും എൻ്റെ കൃഷി സാറൊക്കെ അവിടെ ഉണ്ട്. കൃഷി സാറേ സാറിനെ ഒരു ദിവസം ഞാൻ കൊടര വെച്ച് കണ്ടു. ഇപ്പോൾ സീഷെൽസിലുള്ള സാറിനെ കൊടര വെച്ച് കാണാമെന്ന് പറയുമ്പോൾ സാർ വിവേകാനന്ദൻ്റെ അല്ല കാവ്യം ഡ്രസ്സൊക്കെ ഇട്ടൊരു ദിവസം കണ്ടു. ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. എനിക്ക് അന്ന് സാറിനൊന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷെ സാറ് ആ ജീവിതത്തിൽ ആ ജോലി തന്നതുണ്ടല്ലോ, ഞാൻ മറക്കില്ല. എൻ്റെ ഒരു അവസ്ഥയിലാണ് സാറ് സീഷൻസിൽ ജോലി തന്നത്. എന്തെങ്കിലും മാഡത്തിൻ്റെ പേര് ഉമാ മാഡം തന്നെ തോന്നണേ അല്ലേ? ഉമാ മാഡം തന്നെയാണ് പേര്. അന്വേഷണം പറയുന്നത് രണ്ടാരും ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കൂ. സാറിന് തന്നത് ഉഗ്ര സമയത്ത് എൻ്റെ ഒരു പൊട്ട സമയത്താണ് സാർ ആ ജോലി തന്നത്. എന്നാലും നമ്മൾ തമ്മിലൊരു സാറിന് ഉദ്ദേശിക്കുന്ന സാറിനെനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു. സാറിന് ഒരു പ്രൊഫഷണൽ നല്ല സാർ എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു. അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രം തെറ്റാണ്. സാറിന് അന്ന് കാണുന്ന ഒരു വർത്തമാനം പറയാൻ പറ്റുന്നതിൽ ക്ഷമിക്കണം. എപ്പോഴും നമുക്ക് കാണാം. ഇപ്പം നമ്പറൊന്നും ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെന്നേ. ഇതിപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ലൈവാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പേടികളും അങ്ങനത്തെ അവസ്ഥ സാറിൻ്റെ അന്വേഷണം. അപ്പോൾ സാറ് ഇതാണ് എല്ലാ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും സംഭവിച്ചേക്കണേ. സാറ് ഇതൊന്ന് ബേസിക് മലയാളത്തിലാക്ക്. തമിഴിൽ ഇങ്ങനെ നല്ല തമിഴ് നല്ല ഇതെല്ലാ ഭാഷകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നടന്നല്ല ലോകം മുഴുവൻ വിപ്ലവം ഉണ്ടാവുമെന്ന്, വിവരവിപ്ലവം ഉണ്ടാവുന്നേ. നമ്മുടെ പറഞ്ഞു നിർത്തി ഈ കൃഷിയുടെ ഇതിൽ ഒരു അധ്വാനത്തെ പറ്റി ജീവിക്കുന്ന ആൾക്കാരുടെ ഇവിടെ ഉണ്ടാവില്ല എന്ന്, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല എന്ന്. ഈ ഡംപിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം, പിന്നെ സ്റ്റോക്ക് കൂടുന്ന പരിപാടി കാലാവസ്ഥയും കൃഷിയും ഇത് ഒറ്റ റൈറ്റ് വിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാവരും റൈറ്റ് ഈ ഇതൊറ്റ വരച്ചിട്ട് ഇത് ആർക്ക് വേണമെങ്കിലും കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അതല്ല നടന്നതാണ്. ഇതൊക്കെ ഗ്രൂപ്പുകൾ വേറെ വേറെ ചെയ്യുന്നേ. ഇവിടെ തൊട്ടുള്ള വണ്ടി സാധനം എത്തണത് അറ്റത്ത് കിടക്കണ അമേരിക്കയിലെ ഏതോ ഒരു ബംഗ്ലാവിൽ ഏതോ ഒരു മറ്റേ ഇതിൻ്റെ ഒരു എവിടെയൊക്കെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഇതൊക്കെ ഓരോ നാഗരികതയിൽ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. പിന്നെ പോകേണ്ടത് ശരിക്കും തിയേറ്റർ, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബിൽഡിങ്ങാണ് ശരിക്കും പോകേണ്ടത്. ഒരു സാംസ്കാരിക നഗരം, ഒരു ലൈബ്രറി, ഫസ്റ്റ് ലൈബ്രറി, അതിൻ്റെ മുകളിൽ പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ മുകളിൽ തിയേറ്റർ, ഒരു കലയുടെ തിയേറ്ററിൻ്റെ ഈ സിനിമ, പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ തിയേറ്റർ, ഈ നാടകം, അതിൻ്റെ ഇത്, അതിൻ്റെ മുകളിൽ ചിത്രകല. ഇങ്ങനെയാണ് സാംസ്കാരിക നഗരം പോകണ്ടേ. ഒരു പോലീസ് സ്റ്റേഷൻ വരേണ്ടത് ശരിക്കും ഇവിടെയാണ്, ഇങ്ങനത്തെ ബിൽഡിങ്ങിലാണ് വരേണ്ടത്. ഈ സിസ്റ്റം മര്യാദയ്ക്ക് പോയെങ്കിൽ. പക്ഷെ ഇതിന് പകരം ഈ അമേരിക്കയിലുള്ള വേറൊരു പൊട്ട സിസ്റ്റത്തിൽ കൊടുക്കുന്ന ആള് ഈ അധ്വാനത്തിൻ്റെ മൂല്യം എടുക്കുക. നമ്മളെ പറ്റിച്ച് ആൾക്കാരുടെ ഇല്ലാണ്ടെങ്കിൽ പട്ടിണിയും കാര്യങ്ങളുടെ പട്ടിണി പോലാണ്ട് കൊന്ന്. നിങ്ങളെ സ്ത്രീകളുടെ കുറച്ച് ഫോട്ടോസ് നോക്കിയേ. ഉത്തരേന്ത്യയിൽ പണിയെടുക്കണവർ സ്ത്രീകൾ ഗനികളിൽ വർക്ക് ചെയ്യണ്ട. ഇവർ എങ്ങനെയൊക്കെയാ ഇപ്പോൾ ഇന്നൊരു വാർത്ത എടുത്ത് വെച്ചിട്ട് മറ്റേ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ഇവരെന്താ ഈ ചൈനയുടെ ബുദ്ധി, ചങ്കില് ചൈന എന്ന് പറഞ്ഞ കുറേ ടീമുകൾ നടക്കണ്ടല്ലോ. ഈ ചൈനക്കാരുടെ ബുദ്ധി, ഇത് സത്യമുള്ള വാർത്തയാണത്. ഇവരുടെ മൈൻഡിൻ്റെ അറ്റണെന്ന് ഇത്. അതായത് പാകിസ്ഥാനിൽ ദരിദ്ര ഗ്രാമങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ഈ കാശ് കൊടുത്ത് പെൺകുട്ടികളെ വാങ്ങിയിട്ട് ഇവിടുന്ന് കല്യാണം കഴിക്കാനാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ആരന്വേഷിക്കണ്ട? ഇത് ദാരിദ്ര്യം കൊണ്ടല്ല അവർക്ക് പെൺമക്കളെ വിൽക്കണ്ട വന്നേ. പിന്നെ ഇവിടെ അന്വേഷിക്കാൻ പോവാ. അല്ലെങ്കിൽ അതേപോലത്തെ ഇയാൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ചൈനയിൽ നിന്ന് ഇങ്ങോരുടെ കൂടെ വരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വേണം. അതിൽ അരുൺകുമാർ ബെസ്റ്റാ. പിന്നെ മറ്റേ താടി വെച്ചിട്ടുള്ള കഴിയുണ്ടല്ലോ,
അവൻ്റെ പേരെന്താണ്? അവൻ്റെ ലൈവ് കേട്ടോണ്ടിരിക്കണ ഇവന്മാർ എല്ലാ ചാനലിൻ്റെയും ബുദ്ധിയിലാണ് അവൻ്റെ ബുദ്ധി പോണേ. അവൻ്റെ ചാനൽ വേറെയെന്ന് അവൻ്റെ സ്റ്റാൻഡേർഡ് വേറെയെന്ന് അവന് മനസ്സിലാക്കണില്ല. എല്ലാ ചാനലുകാരുടെയും ഒരു പ്രത്യേക തരം സ്ത്രീ കുശുമ്പിലാണ്. ഈ അവൻ്റെ പേരെന്താണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ സംസാരിക്കുന്ന ഒരാളില്ലേ, അവനെ കളിയാക്കിയിട്ടൊക്കെ ഇടയ്ക്ക് വീഡിയോ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ജഗതി മറ്റേ കാവടിയാട്ടത്തിൽ സംസാരിക്കുന്ന പോലെയൊക്കെ. അത് മിമിക്രിക്കലല്ലോ എൻ്റെ അവസ്ഥ. അങ്ങനത്തെ സംസാരിക്കുന്ന അവനും ഇവനൊക്കെ ഇങ്ങനെ വരണം. ഈ ഗഡികളുടെ കൂടെ ചൈനയിൽ നിന്ന് ഈ മാധ്യമ പ്രവർത്തകർ, പിന്നെ ഈ മഞ്ജുവിനെ കൊഞ്ചിക്കാൻ കണ കോട്ടയമല്ലി മഞ്ജു, പിന്നെ സ്മൃതി പരുത്തിക്കാട്, ഈ പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തക സ്ത്രീകൾ ഈ ബുദ്ധി പഠിക്കുമ്പോൾ നിങ്ങളെ കളയാകണമെന്നല്ല. ഇപ്പം പിന്നെ ദൂരദർശൻ്റെ മറ്റേ ലേഡി, എന്താണ് ലേഡിയുടെ പേര്, സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ ഭയങ്കര ഒരു പ്രത്യേക നെഗറ്റീവായിട്ട് എടുത്തിട്ട് ചാനലിൻ്റെ റേറ്റിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇവൻ വിചാരിച്ച് മനസ്സിലാവുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റിന്. സന്തോഷ് പണ്ഡിറ്റ് മോശമാണെന്നോ മറ്റേ ഗഡിയില്ലേ നമ്മുടെ നാറാട്ടണ്ണൻ, ഇവരൊക്കെ മോശമാണെന്നോ ഞാൻ പറയണേ. ഇവന്മാരുടെ ഒരു സിസ്റ്റത്തിലേക്ക് ഈ ആണുങ്ങളുടെ ബോഡി ലാംഗ്വേജിലേക്ക് ഈ പെണ്ണുങ്ങളുടെ ബുദ്ധി പോവുക. ഈ ആണുങ്ങളുടെ ബോഡി ലാംഗ്വേജിലേക്ക് പെണ്ണുങ്ങളുടെ ബുദ്ധി പോയിട്ട് അവരെ വിഡ്ഢികളാക്കിയിട്ടുള്ള അവരുടെ ഈ ആണുങ്ങളുടെ ബുദ്ധിയുടെ മുകളിൽ പെണ്ണുങ്ങൾ നിൽക്കുക. അവർക്കാണ് ചാനൽ റേറ്റിങ്ങിൻ്റെ ഒരു സാധനം നിൽക്കണം. അതാണ് ഇവർ സംഭവിച്ചത്. ഇന്ന് ഞാൻ പറയാൻ കാരണം ഇവർ ഇന്നലെ കയറി വന്നവിടെ ഈ അറ്റത്ത് എടുക്കണ ആള് അത്രയും ഇതിൻ്റെ ഇവിടെ ഈ ഡംപിങ് സ്റ്റോക്ക് ഉണ്ടാവണത്, ഡംപിങ് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ തൊട്ടറൗണ്ടിലല്ല. ഈ സാധനം പോയതിന് ശേഷം ഇയാൾക്ക് തൊട്ടടുത്ത് ഈ യാതൊരു നമ്മളെ രാജ്യത്തെ ഒരു അധ്വാനത്തിൻ്റെ ഇത് തവിട് പൊടിയാക്കി ആ സാമ്പത്തിക ശാസ്ത്രം അങ്ങോട്ട് തകർത്ത് അതിനെ വളർച്ച മുരടിപ്പിച്ച് ഈ ഗഡിയുടെ തൊട്ടിപ്പുറത്താണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. ഇയാളുടെ ഇതിലായിരിക്കും ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കുകയെന്ന്. അത്യാവശ്യ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന തൊട്ടിപ്പുറത്തേക്ക് ഈ സ്റ്റോക്ക് കൊണ്ട് ഉപകാരപ്പെടില്ല എന്നർത്ഥം. മനസ്സിലാവണ്ട? നെല്ലായാലും എന്തായാലും നമ്മുടെ കൃഷിക്ക് നശിക്കാൻ കഴിയും. ഉപ്പിൻ്റെ ഇതൊക്കെ എന്തിനാ കാരണം? നെഗറ്റീവ് സർക്കിളിംഗ് ആണ് നടന്നതാണ്. നെഗറ്റീവ് സർക്കിളിംഗ് ഓഫ് സ്റ്റോക്കാണ് നടന്നതാണ് നമ്മുടെ ലോകത്ത് നടന്നത്. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച ബുദ്ധി, ഇവരെ മതങ്ങൾ ചില കൊടുത്ത ബുദ്ധി, ഇത് 100, 200, 300 കൊല്ലം ചില മതങ്ങളിലെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നേ. ഒരു പൊട്ടണ പോലെ അഭിനയിച്ച് അങ്ങനത്തെ കുറേ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഇമ്മലാണ് ഇവർ വളർത്തിയെടുത്തിട്ടുണ്ട്. ലോകത്ത് പല സെറ്റപ്പിലും ഇവർ വളർത്തിയെടുത്തിട്ടുണ്ട് ഒരു വിഭാഗത്തെ. ഒരു 100, 300 കൊല്ലം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരേ ശാസ്ത്രം തന്നെ പോലുള്ള തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ അങ്ങനത്തെ എന്തൊരു ചിന്താഗതിയിൽ ഒരു വളർത്തണ റിപ്പോർട്ട് കൊടുത്തിട്ട് നോക്കി നിൽക്കുന്ന ഒരു പൊട്ട ലോകമുണ്ട്. അതായത് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ ഒരു ലോകമുണ്ട്. എന്തൊക്കെയോ നോക്കിയിട്ട്, എവിടത്തേക്ക് എന്തൊക്കെയോ നോക്കിയിട്ട്. ഈ അറ്റത്തിരിക്കുന്ന അമേരിക്കയിലിരിക്കുന്ന ഈ ഗഡി നമ്മുടെ ഈ ഒരു ആഫ്രിക്കയിലെ ദരിദ്ര രാഷ്ട്രത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കൃഷി ഐറ്റം, അത് സാധനത്തിൻ്റെ ഇത് എത്തണത് ഈ അറ്റത്തിരിക്കുന്ന ഗഡിക്ക് എത്തണേ, മൂല്യത്തിൻ്റെ ബലം എത്തണേ. ഇത് എത്തണത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിൽക്കാം, പിന്നെ ഇവിടെ വരുന്നത് ഷെയർ മാർക്കറ്റ് വരിക. ഒരു രാജ്യത്തെ ജനങ്ങളെ ഇല്ലാണ്ടാക്കി അധ്വാന വിഭാഗം ഇല്ലാണ്ട് ഒരു ബുദ്ധിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. ഇതിൽ ബ്രാഹ്മണ്യെന്നോ ഇതൊന്നോ ഒന്നല്ല. ലോകത്തെ ഈ ഭൂമിനെ മുഴുവൻ വട്ടം വരെ ചിന്തിച്ചോ. അത് ബ്രാഹ്മണ്യത്തിൻ്റെ ബുദ്ധിയായാലും ഇതിൻ്റെ ബ്രാഹ്മണൻ്റെ ഏറ്റവും വലിയ ബുദ്ധി അത് ഋഷിമാരുടെ ബുദ്ധി. അതിൻ്റെ ഒരു മെറ്റീരിയാലിറ്റിയിൽ എങ്ങനെ വേണം ചിന്തിച്ചോ. അത് കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിച്ചോ, എങ്ങനെ വേണം ചിന്തിച്ചോ. നിങ്ങൾ ലോകത്തുള്ള എല്ലാ തീയറികളും ചിന്തിച്ചോ. ഇതുവരെ ഇറങ്ങിയ എല്ലാ തീയറികളും ചിന്തിച്ചോ. അധ്വാനത്തിൻ്റെ മൂല്യത്തിന് അധ്വാനം ഇല്ലാണ്ട് വേറൊരു ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. അല്ല, ഇപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പോൾ റോബോട്ടിൻ്റെ കേസല്ലേ പറയാം. ഇപ്പോൾ റോബോട്ടിനെ ഉപയോഗിച്ച് AI വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലേ ഈ റോബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിനെ എടുക്കുകയാണ് അവർ റോബോട്ടിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട് റോബോട്ടിന് ഉണ്ടാക്കാനുള്ളത്. അത് പോട്ടെ, ഈ അധ്വാനത്തിൻ്റെ ഈ സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
വളരെ ഈസി ആയിട്ട് ഇവിടെ രണ്ടാൾക്കാരെ വയ്ക്കാറുന്നു എന്നുള്ള കാര്യമാണ് പറയണേ. രണ്ട് മനുഷ്യരെ അത്രയ്ക്ക് കുശുമ്പാണ് ഇവർ, ഈ യാന്ത്രിക കുശുമ്പ്. ഇവിടെ ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്നോളജി പിടിക്കുന്ന വിവരത്തിലുള്ള കുശുമ്പില്ല. എന്തിനാ ടെക്നോളജി എന്നേ നിങ്ങൾ എന്തിട്ട് പറയണം? നമ്മുടെ രാജ്യത്ത് ടെക്നോളജി ഇല്ല എന്നാ? ഇപ്പോൾ വിമാനം വാങ്ങണത് അല്ലെങ്കിൽ മറ്റേ പട്ടാളത്തിലേക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലെല്ലാം വാങ്ങണമെന്നാണ് ഞാൻ പറയുള്ളൂ. എത്രയും പെട്ടെന്ന് വാങ്ങാം. ഒരു നിമിഷം പോലും നമ്മുടെ ഒരു ടീമിനെ അന്ന് ഒരു യുദ്ധവിമാനങ്ങൾ ഉണ്ടാവാണ്ടിരിക്കരുത്. പക്ഷെ അത് വിറ്റുകൊണ്ടിരിക്കണം. ആ മൂടനുസരിച്ച് അവിടെ പുതിയ ട്രെൻഡിനനുസരിച്ച് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ആ ഒരു റേറ്റിംഗ് സാധനം, ഒരു വിൽപ്പന നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. നമുക്കതുണ്ടാ? അങ്ങനെയുണ്ടാ? ഞാൻ പറഞ്ഞു ടെക്നോളജി നമ്മുടെ രാജ്യത്ത് ടെക്നോളജി എന്തിനും ഇല്ലാത്ത. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജി ഇപ്പോൾ ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയോ വിറ്റുകൾ എന്തിനുള്ള ടെക്നോളജി എന്നേ? വിമാനം ഉണ്ടാക്കുന്ന ടെക്നോളജി നമ്മുടെ രാജ്യത്ത് അറിയില്ല എന്നാ? ഇതുവരെ നമ്മളൊരു 1900 ഇപ്പോൾ ഇവിടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ്, അതായത് 15 വയസ്സിൽ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത് 10ാം ക്ലാസ്സിലാണല്ലോ പങ്കെടുക്കുക ഈ കുട്ടികൾ, ആണായാലും പെണ്ണായാലും. ഇപ്പോൾ ഇവർക്കൊരു 15 കൊല്ലം എന്ന് പറയുമ്പോൾ 30 വയസ്സ് വരെ 35 ഇപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ ഒരു ഏജ് ആണല്ലോ. ഈ 35 വയസ്സിനുള്ളിൽ 10ാം ക്ലാസ് വരെ നമ്മുടെ 10ാം ക്ലാസ് വരെ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും ഒരു ഡാറ്റ എടുക്കുക. ഇപ്പോൾ ഇവർ 35 വയസ്സ് വരെ ആണെന്നുള്ള ഇതിൽ നിന്ന് എടുക്കുക. കാരണം ഇവർക്ക് അറിയാവുന്ന ടെക്നോളജിയാണ് ലോകത്തുള്ളത്. ഇവർക്കില്ലാത്ത ഓപ്പർച്യൂണിറ്റിയാണ്. ദേർസ് ഓപ്പർച്യൂണിറ്റി. എന്താ കാരണം? ഈ തീട്ട ക്വസ്റ്റ്യമാണ്. ഈ സിസ്റ്റമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദുക്കളിലും ബ്രാഹ്മണത്തിലും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇവർ മുഗളന്മാരുണ്ടാക്കിയത് ഇവരാണ്, ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നത് ഇവരാണെന്നേ. അതിനർത്ഥം അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ജനസമൂഹം ഉണ്ടെന്നല്ല. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ സാമ്പിളിങ്. അങ്ങനെ ഞാൻ ടെമ്പറേച്ചർ കൂടുതൽ വെച്ചിട്ടൊരു മെസ്സേജ് വന്നു. അത് സ്നേഹത്തിൻ്റെ പേരിലാണ് വിചാരിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ മനുഷ്യനാണെങ്കിലോ ഇപ്പോൾ റോബോട്ടല്ല, ഒരു മനുഷ്യനാണെങ്കിലും കൺട്രോൾ ചെയ്യണത് ഒരു സ്നേഹത്തിൻ്റെ മെസ്സേജ് ആയിട്ട് കാണുന്നു. താങ്ക് യു സിസ്റ്റം. ഇപ്പോൾ ടെമ്പറേച്ചർ ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് പറയാം. നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ചില സമയത്ത്. ഇത് ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും പോലെ എൻ്റെ പ്രോഗ്രാമും ഇൻട്രസ്റ്റിംഗ് ആവണല്ലോ. ഇത് ഇട്ടിട്ടില്ല, ഇതെൻ്റെ മൊബൈലിൽ കിടക്കുന്ന പ്രൈവറ്റ് ഫോൾഡർ ഇടേണ്ട സാധനമാണ്. ഇത് ലൈവായിട്ട് കാണുന്ന ഇത് ആരാണെന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഇത് അയച്ചു കൊടുക്കേണ്ട അതൊന്നും കേൾക്കുന്നില്ല. അതല്ലത്തെ ഇപ്പോഴത്തെ വിഷയം. അത് വിഷയമാണ്, പക്ഷെ എന്നിട്ട് ചെയ്യാൻ പറ്റുക, പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളല്ല. നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ടപ്പുകൾ കൊടുക്കാനുള്ള ഒരുപാട് അവസ്ഥകളുണ്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ അധ്വാനത്തിൻ്റെ മൂലം പറ്റിക്കണ ഈ ടീമുകൾ അത് പറഞ്ഞു. ഇതെവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, ചിലവർ നമ്മളെ ഒരു അനക്കം നോക്കി നിൽക്കണ ആൾക്കാരുണ്ട്. അത് ഇങ്ങനെ ഒരു സിസ്റ്റമൈസ് നോക്കി നിന്ന് കഴിഞ്ഞാൽ ചില സ്ത്രീകൾ നമ്മളെ വിഴുങ്ങും. ഈ വിഴുങ്ങണ സ്ത്രീക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയില്ല. ഇവള് നമ്മളോട് മിണ്ടില്ല. നമ്മുടെ ഒരു പൊട്ടാവസ്ഥയിൽ ഇവളോടൊക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നെ ചുണ്ടനങ്ങനെ നോക്കി വെക്കും. ഈ പണക്കൊക്കെ അവർക്ക് അറിയാം. ഒരു മിണ്ടില്ല. എന്നെ കണ്ടതും കാണാത്തതൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാന്ന് ഓരോ പരിപാടികൾ. റിപ്പോർട്ട് കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആധികാരികമായിട്ട് പറയാനില്ല. പക്ഷേ എനിക്കിത് ഊഹിക്കാം അവിടെ ഇവിടേക്കായിട്ട് നടക്കുന്നുണ്ടെന്ന്. ഇതെന്നാ പറയാൻ കാരണം, ഞാൻ ഇങ്ങനത്തെ ഒരാളൊന്നും ആയിരുന്നില്ലല്ലോ, ഇങ്ങനെ സംസാരിക്കേണ്ട ഒരാളല്ല ഞാൻ. പക്ഷെ എന്നാലും പറയേണ്ടി വരിക, ഈ സ്ത്രീകൾ പിണങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഇവരൊന്നും അറിയില്ല. നമ്മൾ പ്രശ്നം അയക്കുന്നത് പൊട്ടൻ്റെ പോലെ ആയിരിക്കും. മറ്റേ ഹിസ്റ്റാളജിയ എന്നൊക്കെ പറഞ്ഞാൽ നൊസ്റ്റാളിയ എല്ലാവർക്കും ഉണ്ടെന്നേ, ആർക്കൊന്നും ഇല്ലാത്തത്. നൊസ്റ്റാളിയ എന്ന് പറഞ്ഞാൽ വാക്കന്നെ മറ്റേതൊരു സാഹിത്യത്തിലെ പോയിട്ടില്ല. ഇവിടെ ശരിക്കും ഉണ്ട് എല്ലാവർക്കും. അല്ല, ഏതോ ഒരു 70-80 ഒരു ക്യാമ്പസ് ലോകം തൊട്ട് തന്നെ നൊസ്റ്റാളജിയ ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. നൊസ്റ്റാളജിയ ഒരു തള്ളപ്പെടേണ്ട വാക്കൊന്നുമല്ല അല്ല. പക്ഷെ നമ്മുടെ നൊസ്റ്റാളജി വെച്ചിട്ട് സിനിമാ ഗ്രൂപ്പിൽ ഉണ്ടാക്കിയ ഓട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ലേ? അല്ല, പാട്ട് നന്നായിട്ടുണ്ട്. അല്ല, ജ്ഞാപകം വെറുതെ എന്ന് പറഞ്ഞ പാട്ട് മുതലാകെ
പാടിച്ചത് മുതലാകെ സ്വാമിക്ക് ഭയന്തത് മുതലാകെ വാനവിൽ രസിത്തത് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടില് ഒരു പ്രത്യേക ഫീലൊക്കെ ഉണ്ട്. മുതലാകെ വാങ്ങിയ മുത്തം മുതലാകെ തിരുമിയ ഇതയം മുതലാകെ വാങ്ങിയ മുത്തം. ആ പാട്ട് ആ സമയത്ത് ഒരുപാട് കരയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേരം തെറ്റിയ നൊസ്റ്റാൾജിയ നമ്മളൊക്കെ സബ്ജക്റ്റ് ആക്കിയിട്ട് ഒരു കഥ എഴുതുമ്പോൾ ഈ നേരം തെറ്റിയ നൊസ്റ്റാൾജിയ തമിഴ് സിനിമയിൽ വന്നതാണ് ഈ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ പടം. ആ സമയത്ത് കണ്ടവർക്ക് അറിയാം. എനിക്കത് എക്സ്പീരിയൻസ് തന്നെ കുഴപ്പമാണ്. പിന്നെ ഒരു പൂക്കറമേ പാട്ട്, അതിൻ്റെ സ്നേഹം, പക്ഷേ അവിടേക്ക് എനിക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റും തോന്നി. അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നല്ല, ആ സിനിമയുടെ ഒരു മൊത്തം ത്രില്ലിങ്ങിന് ഇതുണ്ടായില്ല. പക്ഷേ ഇവൻ്റെ എൻട്രി, ചേരൻ്റെ എൻട്രി, അതൊക്കെ ഒരു നൊസ്റ്റാളജിയ, സിനിമാറ്റിക് നൊസ്റ്റാളജിയിൽ സൂപ്പറായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ സർവകലാശാല സിനിമ ഇഷ്ടപ്പെടും, അങ്ങനെ പല സിനിമകളും ഇഷ്ടപ്പെടും. പക്ഷെ നമ്മളൊരു ചില മൂവ്മെൻറ്റുകൾ കാണുമ്പോൾ ഒരു ഈ നൊസ്റ്റാളജിയ എന്ന് പറഞ്ഞ സിനിമയിൽ പടം ചെയ്യുമ്പോൾ ആ രീതിയിലെ ഓട്ടോഗ്രാഫ് അതെന്ന് പറയാൻ കാരണം എന്ന് ആലോചിക്കട്ടെ. ഈ പാട്ട് കേസ് ഷർമാർക്ക് അതൊക്കെ ക്ലാസ്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാനാണ്. അല്ല, ഞാൻ ക്ലാസ് ഒന്നും കേട്ടോ. നമ്മൾ രാജ്യത്തിന് ഇത് ചിന്തിക്കണമെന്നേ. ഈ പറഞ്ഞ പോലെ നമ്മൾ രാജ്യം ഒരു മിനിറ്റ് കൊണ്ട് ക്ലീൻ ആക്കാനുള്ള സെറ്റപ്പിലായിരിക്കണം. ഒരു പ്രധാനമന്ത്രി മോഡലായിരിക്കണം നമ്മുടെ റൈറ്റ് വിങ് പോകേണ്ടത്. ഈ രാഷ്ട്രം ഉഗ്ര രാഷ്ട്രമായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഇപ്പോൾ ഗണപതി അല്ല, ജനഗണമനയിൽ ഉള്ള ഈ സംഭവം, ഈ ഇന്ത്യ ഇത് പഞ്ചാബ് സിന്ധ് നമ്മുടെ രാജ്യത്തില്ല, ഉള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ ഇസ്ലാമാബാദിൻ്റെ എവിടെയാണ്ട് കയറി കിടക്കണ മാപ്പാണ് ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് എവിടേക്കാണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം ബുദ്ധിപരമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള സാധനം ഈ നാട്ടിലുണ്ട്. പകുതി 158 ഡിവൈഡ് ഇവിടെ അല്ല 2.7.8 ചില്ലറ 7.8 എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഭൗതിക നിലവാരത്തിൽ പോകാനുള്ള എല്ലാ സാധനവും നാട്ടിലുണ്ട്. അതിന് റൈറ്റ് വിങ് സർക്കാർ വേണം. ഇനി നമ്മൾ നശിക്കാൻ പാടില്ലെന്നേ. നമ്മുടെ ഈ നാട്ടിൽ നിങ്ങൾ കാണുന്ന ഇല്ലായ്മ ഡോട്ട് ഓഫ് പോയിന്റിൽ തന്നെ ഈ രാജ്യത്ത് എവിടെ ഉണ്ടാവാൻ പാടില്ല. അതായിരിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ ആൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ആളുടെ സമയമാണ്, മോദിയുടെ സമയമാണെന്നേ. നല്ല ആൾക്കാർ ഉപദേശിക്ക് പോയിട്ട് രാജ്യം ക്ലീനാക്കാൻ പറയും. ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യണ തെണ്ടിത്തരാണ്. നിങ്ങൾക്ക് ഊണുറക്കുണ്ടാവില്ല. ഞാനൊക്കെ എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആരൊക്കെ ഭരിക്കണം, എങ്ങനെയൊക്കെ ഭരിക്കണം എന്നുള്ളത്. കേന്ദ്ര സർക്കാർ ഐ തിങ്ക് ഇറ്റ്സ് എ ഡീസെൻട്രലൈസ്ഡ് കേന്ദ്ര സർക്കാർ. അത് നമുക്ക് സംസാരിക്കും. ഇപ്പോൾ ആരും ശല്യമില്ല. ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് ഭരിച്ച പിന്നെ കേന്ദ്ര സർക്കാരിനെ ഏറ്റവും സെറ്റ് എടുക്കുമ്പോൾ അവിടെ ഇവിടേക്കായിട്ടൊരു ഹിന്ദുവിൻ്റെ ഉണർവ് കിട്ടുന്നുണ്ട്, ഒരു പോസിറ്റീവ് ഉണർവ്. അത് ആരെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് കുഴപ്പമില്ല, അപ്പോൾ കോട്ടെ. കേന്ദ്ര സർക്കാർ ഇത് കൊടുക്കുന്നു, ഈ ഗവൺമെൻറ് വാങ്ങുന്നു, അല്ലാണ്ട് വേറെ എന്തിനെ കുറിച്ച് ആരും അന്വേഷിക്കണേ? ഗവൺമെൻറ് അപ്പോൾ ഇത് റൈറ്റ് വിങ് ചിന്തിക്കാവുന്ന കാര്യമുള്ളത് ശരിക്കും ഗവൺമെൻറ്റിന്. ആ സമയമാണത്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സാണ് ഞാൻ ഗവൺമെൻറ് കൊടുക്കാൻ പോണത്. അത് ഇഷ്ടാവില്ലെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യുന്ന പേടികൾ അതിൻ്റെ ഇടയിലുണ്ട്. ഇതൊക്കെ പേടി ഉള്ളതാണെന്നേ. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കേൾക്കണം. ഇത് ഓരോ ലോക്കൽ ലാംഗ്വേജിൽ കേൾക്കണം. ഞാൻ പറയണത് എന്താണ്, ഈ ലോക്കൽ ലാംഗ്വേജിൽ കേട്ട് അത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പൈസ അയക്കോ, സ്റ്റാർട്ടപ്പ് ആക്കിക്കോ. ഇത് ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ വെച്ചിട്ടുണ്ട് ആ വാർത്ത. അത് ഞാൻ ഒരു ഡേറ്റൊക്കെ പറയാറില്ല. ആ ഡേറ്റിൽ 8 മാസത്തെ ഒരു ഡേറ്റിലുണ്ടായി. അതിൽ ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ സംസാരിക്കണമെന്ന് പിടിക്കാനാണെന്ന് എനിക്കറിയില്ല. ആ സാധനം ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. അത് ഗവൺമെൻറ് റൈറ്റ് വിങ് ബുദ്ധിയാക്കണം. അതായത് നമ്മൾ ടോക്ക് ചെയ്യണത് ഓരോ ഭാഷകളിലേക്ക് പോകണത്. ഒരാൾ ടോക്ക് ചെയ്യുന്നു, ആ ഡിഫറെൻറ്റ് ഭാഷകളിലേക്ക് പോകുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ടോക്ക് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ്. 0 നിന്ന് -1 സോഫ്റ്റ്വെയർ കിട്ടിയില്ലേ? ഈസി സോഫ്റ്റ്വെയർ അല്ലേ നിങ്ങൾ കിട്ടിയത്? ഇതൊക്കെ പറഞ്ഞ് എല്ലാ ബുദ്ധി ഉപയോഗിക്കുക. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. IT-കാർ റൈറ്റ് വിങ് ആയിട്ടിരിക്കുക. നിങ്ങളായി കുറച്ച് IT-കാർ വിചാരിച്ചാൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ചിന്താഗതി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാട് നന്നാവുന്നേ. നിങ്ങൾ ഇടപെടുന്ന പബ്ലിക് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാൻ പറ്റണം. അതുകൊണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റിയത്. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയില്ല.
പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാവും. എന്താ പറയുക, എന്തെങ്കിലും ഇഷ്ടത്ത് പറഞ്ഞാൽ അപ്പനെ വിളിക്കാനും അമ്മയ്ക്ക് വിളിക്കാനും ഉള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും ഈ നാട്ടിൽ. അതല്ലല്ലോ അതിൻ്റെ സ്റ്റാൻഡേർഡ്. അത് ആണുങ്ങളും ഉണ്ടാവും, പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാത്ത ആണുങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഒരാൾക്കും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പക്ഷെ ഇതൊരു വലിയ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നത് ഏത് പൊസിഷൻ, ഏത് സാംസ്കാരിക പൊസിഷനിലാണെന്ന് ഒരു ജനം എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പം ഞാൻ പറയണത്, ഞാൻ സംസാരിച്ചത് ഇതൊക്കെ ഈ മലയാളം എന്ന് പറഞ്ഞ സംഭവം ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും പോകണം, എല്ലാവരും അറിയണമെന്നാണ് ഞാൻ പറയണത്. ഇത് റേഡിയോ പ്രക്ഷേപണം കേട്ടോ, എല്ലാവരും കൊടുക്കും, പോസിറ്റീവായിട്ട് കൊടുക്കും. ഇത് ഞാൻ പൈസ ഉണ്ടാക്കുമോ എന്നുള്ളതല്ലല്ലോ അതിന് വിഷയം. നിങ്ങൾ എന്ത് കഷ്ടമാണ് ഈ പറയണേ? ഇതെന്തിൻ്റെ അവസ്ഥയാണ് എന്നെ ഞാൻ ഈ 150 കോടി ജനങ്ങളെയും ലോകത്തിന് നന്നാക്കാൻ നടക്കണം. നിങ്ങളെല്ലാവരും തിരിഞ്ഞ് ഒരു പോയിന്റ് എന്നെ നശിപ്പിക്കാൻ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്തിട്ടാണത്? ഇതെന്തവസ്ഥയാണ് മനുഷ്യൻ്റെ? എൻ്റെ തോന്നലാണെന്ന് പറയാൻ ഭ്രാന്തനാണ്. എന്തിട്ടാണ് എൻ്റെ അവസ്ഥ? അത് നല്ല അടുത്ത വിഷയം. അതുകൊണ്ട് ഇപ്പോൾ ലോൺ തരാമെന്ന് മറ്റേ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ലോൺ തന്നില്ല, അതല്ല ഇവിടുത്തെ വിഷയം. അത് ഗർജിക്കലല്ല ഇവിടുത്തെ വിഷയം. SBI ബാങ്കിൽ മറ്റേ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് മറ്റേ മുദ്രാ ലോൺ നടത്തി, അത് കിട്ടിയില്ല, മേഡം തന്നില്ല, അതല്ല ഇവിടുത്തെ വിഷയം. അത് മേഡം കേൾക്കണ്ടെങ്കിൽ തന്നെ അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ നിങ്ങൾക്ക് തന്നത് എന്താണെന്ന് നോക്കൂ. അപ്പോൾ നമ്മുടെ രാജ്യം നഷ്ടപ്പെട്ടത് നമ്മുടെ ദേശീയ ഗാനത്തിൽ വരെ പ്രതിഫലിക്കുന്നത് നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥയിലാണ് നമ്മുടെ രാജ്യസ്നേഹം നിൽക്കണേ, ഈ ദേശീയതയോടെ നിൽക്കണേ. ഇതൊക്കെ ചിന്തിക്കുക. ഇതൊരു ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കാനോ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ കൂലി കൂട്ടാനോ അവിടെ മടിക്കരുത്. നിങ്ങൾ തൊഴിലുറപ്പുകാരുടെ സ്ത്രീകളിലൊക്കെ 349 അവർ പിച്ചക്കാരൊന്നല്ല. ഞാനിവിടെ പറഞ്ഞു 2000, 3000, 4000 വരെ സ്വപ്നം കാണും. 5000 നമുക്ക് സുഖമായിട്ട് കൊടുക്കാന്നേ. പണമല്ല, ഇവരിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇവരെ ഈ സ്ത്രീകൾ ഇപ്പോൾ ഈ കൂലിപ്പണിക്ക് വരുന്ന ഈ സ്ത്രീകളില്ലേ, അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് സിദ്ധാന്തം. അവർക്ക് എന്തിട്ടാണ് കൊതി? അത് കൊടുക്കണ ഗവൺമെൻറ്. അത് ക്യാഷ് ആയിട്ട് ക്യാഷായിട്ട്, അല്ലെങ്കിൽ മറ്റേ ഫ്ലാറ്റ് ആയിട്ട് ഫ്ലാറ്റായിട്ട് കൊടുക്ക്. ദരിദ്രർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് ഇവർ അധ്വാനം. അപ്പോൾ ഒരു ഓപ്പണിങ് അധ്വാന ഡേറ്റ് വേണം. ഇതൊക്കെ ഞാൻ സംസാരിക്കാം. വളരെ പോസിറ്റീവാണ് നമ്മുടെ ഈ മോദിക്ക്. നാളെ രാജ്യം നന്നാ. മറ്റേ എൻ്റെ കൂട്ടുകാരുടെ ആളുടെ പേര് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ ICWക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് അവനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെന്തെങ്കിലും ഒരു ഇതിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവനടയ്ക്ക് ഡൗട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇവൻ്റെ ഒരു ഉത്തേജനം ഉണ്ട്. നമ്മൾ കാലത്ത് 5 മണിക്ക് എനിക്ക് 5 മണിക്ക് എനിക്ക് നമ്മൾ അത് പഠിച്ചു, ഇത് പഠിച്ചു, പിന്നെ നമ്മൾ ചായ പഠിച്ചു, പിന്നെ അത് എന്തെങ്കിലും ജയിക്കണം, പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ കൊതിച്ചു പോകും. അവ അതിനെ പ്രേമിച്ചത് കണ്ടു കഴിഞ്ഞാൽ ആ കോസ്റ്റിങ്ങിൻ്റെ എൻ്റെ കൂട്ടുകാരൻ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അവൻ മറ്റേ സിനിമയിൽ നാഗവല്ലിയുടെ പോലെ നിൽക്കണ കേടി. PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ, പിന്നെ അതിൻ്റെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഓരോ പ്രോബ്ലംസ്. അതായത് അവനത് ഇഷ്ടമാണെങ്കിൽ അവൻ ഒരു പോസിറ്റീവ് ലെവലിൽ മാർജിനൽ കോസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ആ കൂട്ടുകാരൻ. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം സ്റ്റൈലായിട്ട് പഠിക്കാവുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതിലെവിടെയുണ്ട്. ഇതൊക്കെ തെറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം. പക്ഷേ എല്ലാം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മുടെ ഇതിൽ വരേണ്ടതാണ്. നമുക്ക് നല്ല ഇപ്പോൾ ഈ സാധനം ഉള്ള സാധനം എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ഏറ്റവും ഇഷ്ടമുള്ളൂ. നമ്മുടെ നാട് നന്നാക്കണം, രാജ്യം നന്നാക്കണം. ഇനി നമ്മൾ ചതിക്കപ്പെട്ട ജനതയാണ് വരുന്നേ. നിങ്ങൾ ഈ ഡോട്ട് ഇട്ടിട്ട് എന്നെ നോക്കി നിന്നിട്ട് എനിക്കിതാണ് എൻ്റെ സംഭവം. ഈ ഡോട്ട് ഇട്ട് നശിപ്പിക്കണ പരിപാടി എന്തിട്ടാന്നേ? നമ്മൾ ഒരു ഗവൺമെൻറ്റിനും എതിരല്ല. 156 എന്തിനാണ് ഈ ഗവൺമെൻറ്? നമുക്ക് തെറ്റ് പറ്റിയെന്ന് അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ നല്ലതിന് വേണ്ടി ഇതാക്കുക. നിങ്ങൾ കുറേ അഴിമതി നടത്തി നിങ്ങളുടെ ഫാമിലിക്ക് നാണം മാനില്ല എന്നുള്ള കേസുകളൊന്നുമല്ല ഇവിടെ, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഈ മറ്റേ നമ്മൾ ഏതെങ്കിലും ഒരു പീസ് പടം കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പീസ് പടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലാണ്ട് പണ്ട് പോകുന്നത് അങ്ങനത്തെ ഒരു മൂഡിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് ഇവരുടെ ആൾക്കാർ മറ്റേ മൈത്രേനോ ഇവരൊക്കെ അത് കണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു സമയം മറ്റേ കൃഷ്ണരാജ് സാറ് ചൂണ്ടിക്കാട്ടിയത്. സ്വന്തം മോളുടെ ഇത് കണ്ടിട്ട് ആരോ കാണുന്നത് ഇയാൾക്ക് അറിയുന്ന സാധനത്തിലാണ് ഈ സാധനം പോണേ. നമ്മളിത് പറയുമ്പോൾ ഉണ്ടായി അത് ചെയ്തു, അവർ ഇത് ചെയ്തു. പക്ഷെ അച്ഛനും മോളിരിക്കുന്ന ഒരു അവസ്ഥ, സാംസ്കാരിക അവസ്ഥ, അത് എലീറ്റ് ക്ലാസ് അല്ല അതൊരിക്കലും. എന്നിട്ടിപ്പോൾ ഇവർ കടന്നു വന്ന ഇതൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക ലോകത്ത് നടക്കണമെന്നേ. അതിനിടയിൽ നമ്മുടെ ഈ ശ്യാംകുമാറിനെ പോലുള്ള ആൾക്കാർ ഈ LTTE ഒക്കെ ശ്രീലങ്കയിൽ വെച്ച് അവസാനിച്ചെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ?
ഒരിക്കലും ഇല്ലാന്ന് തോന്നണട്ടോ എനിക്ക്. അത് എവിടെയൊക്കെയോ ശ്രീലങ്കയിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് ചെന്നൈയിലായിട്ട് വേറെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അവർ. ഒരു പ്രാവശ്യം അത് ഉണർന്നു കഴിഞ്ഞാൽ അവർ വിവരമില്ലാത്ത ജനങ്ങളല്ല, ഏതോ സ്ഥലത്തെ ഡോക്ടർമാരാണ് അവർ എല്ലാവരും. ഇത് പല രീതിയിൽ അതിന് എന്തിട്ടൊക്കെയാണ് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞതാണ് അങ്ങനത്തെ ഈ നാട്ടിലെ സിസ്റ്റം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ സമയം ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാടിന് തൊട്ടപ്പുറത്ത് ഉണ്ടാവുക. ഈ ജനറേഷൻ ടീമുകൾ തൊട്ടടുത്ത് ഉണ്ടാവുക, അയക്കത്തുണ്ടാവുക. എന്നിട്ട് ഈ ഗഡികൾ ഇത് പറയാൻ എന്താ കാരണം അത്രയ്ക്ക് ഇത് ഓവറാക്കണ്ട. ഇത് തന്നെ 25 മിനിറ്റായി. നേരത്തെ 30 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂറിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാ. വീഡിയോ നമ്മൾ ഇതിൻ്റെ ശബ്ദം കേട്ടത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാവും. ഇത് റിവെഞ്ച് അടിക്കല്ലോ, നോ പ്രോബ്ലം. പതുക്കെ പഠിച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടാവുന്നില്ലല്ലോ. അത് ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. പക്ഷെ സാധനം ലോകം മുഴുവൻ എത്തണമെന്നാണ് ഞാൻ പറയണേ. ഇതാണ് ലോകത്ത് മുഴുവൻ നടന്ന് സംഭവിച്ചാണ്. ഇനി നമ്മുടെ രാജ്യത്ത് ഈസി ആയിട്ട് പട്ടാളത്തിനും പോലീസിനും വിചാരിച്ചാൽ ഇത് സുഖമായിട്ട് റൈറ്റ് ആക്കാം, ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, എല്ലാ കാര്യങ്ങളും സംസാരിക്കാം നമുക്ക്. ഇപ്പം നിങ്ങളെല്ലാവരും ഞാൻ പറയാൻ വെച്ചാൽ പോലീസിനെ ബഹുമാനിക്കണം ഞാൻ പറയണതേ. നിങ്ങൾ ഈ പോയിന്റ് ഞാൻ പറയണു, ഇത് ലൈവായിട്ട് ഒരു ഓഡിയൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ ബഹുമാനിക്കേണ്ട സമയമാണ്. നമ്മുടെ പോലീസ് കോടതി അല്ല ഒരിക്കലും പോലീസ്. ഞാൻ ഈ സമയത്ത് കോടതിനെ കുറ്റം പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥയിലുള്ളത്. ഒരിക്കലും കോടതി അല്ല പോലീസ്. പോലീസിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പോലീസ് ഇത്ര സംസ്ഥാനമാണെങ്കിൽ ഇവരൊക്കെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിലാണ് ഹിന്ദുത്വ പോയാണ്. ഒരു പ്രത്യേക കോർഡിനേഷൻ അവിടെ ഉണ്ട്. വളരെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ടോപ്പ് ലെവലാണ്. ഈ മറ്റേ സിനിമയിലൊക്കെ കണ്ട പോലെ മറ്റേ മോളിൽ നിന്ന് വിളിച്ച് പറയുന്ന കേടുകൾ, അല്ലെങ്കിൽ ഒരു കഴിവില്ലാണ്ട് ഏതോ പൊസിഷനിൽ എത്തുന്ന പോലത്തെ നമുക്ക് അറിയാത്ത കാര്യങ്ങളും പറയാനും പാടില്ല, ഉണ്ടാവാൻ വഴിയുള്ളൂ. അത് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്നേ. ഏതൊരു സംസ്ഥാനത്തൊരു സിനിമയിൽ എഴുതുന്ന ആള് ഇങ്ങനത്തെ ഒരു ആളെ അവിടെ കണ്ട് അയാളെ കഥ എഴുതുമ്പോൾ ലോകത്തെ മുഴുവൻ പോലീസിൻ്റെയും കഥയാവേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയണേ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? പോലീസിനെ ബഹുമാനിക്കേണ്ട സ്ഥലമാണ്. നിങ്ങൾ വേറെ ഒന്നും പിന്നെ പട്ടാളം നമുക്ക് ചെയ്തു തരും, അങ്ങനെ ചിന്തിക്കേ. പോലീസിനെ നമ്മൾ ബഹുമാനിക്കുക, പട്ടാളം നമുക്ക് ചെയ്തു തരും. ഇതിൻ്റെ ഇടയിൽ എവിടെയുണ്ടല്ലേ ശരിക്കും IAS ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിൽക്കണത്. ശരിക്കും ഈ അധ്വാനത്തിൻ്റെ മൂല്യം തെറ്റിയ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് പോയ ലോകത്ത് ഒരു രാഷ്ട്രം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. എവിടെ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ടോ, പക്ഷേ അതൊക്കെ ഒരു സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അറ്റത്തേക്ക് പോയിട്ടുള്ള ഒരു വളരെ ബുദ്ധിപരമായ നഗരമാണ് സ്വിറ്റ്സർലാൻഡ്. അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നതല്ല വിഷയം, ബുദ്ധി നമ്മൾ ഇതുവരെ കണ്ട ലോകത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ എല്ലാം ബുദ്ധിമാന്മാരുടെ സ്ഥലമാണ് ഈ സ്വിറ്റ്സർലാൻഡ്. ഇവർക്ക് ഈ അമേരിക്കയുടെ ഇതുവരെ ഡോളർ അല്ലെങ്കിൽ മറ്റേ ഇത് ഇങ്ങോട്ട് പോയപ്പോൾ ഏത് കുവൈറ്റ് ദിനാർ 206 ആ സാധനം, പിന്നെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഈ ബുദ്ധി ഇവിടെ ഇല്ലാണ്ട് സ്വിറ്റ്സർലൻഡ് ഇല്ലാണ്ട ഇവർക്ക് അറിയില്ലെന്ന് വിചാരിച്ചിട്ടത്. ഇവരാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം. ടോപ്പ് ലെവലിൽ പൈസ ചെയ്യുന്ന ആൾക്കാർക്ക് നാണമില്ലാണ്ടാക്കുക, വിവരമില്ലാണ്ടാക്കുക. ഇവന്മാർക്ക് എന്നിട്ട് ഇതിൻ്റെ ഉപയോഗം എന്നറിയില്ല. ഇതിൻ്റെ പ്രശ്നം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ശ്രദ്ധിക്കാത്ത ഇവരില്ലാണ്ടൊരു ജീവിതമില്ല ഒരാൾക്കും. ഈ ഗാന്ധി ഹരിജനങ്ങളെന്നൊക്കെ വിളിച്ച ജനങ്ങളില്ലേ, അല്ലെങ്കിൽ ലോകത്ത്. അപ്പം ഇത് കാലം തെറ്റിപ്പോയ കുറേ സാധനങ്ങളെ നെഗറ്റീവ് ഒരു പ്രത്യേക റെയിമിൽ ചരിത്രമാക്കിക്കാണ് ഇവിടെ. നമ്മൾ ചരിത്രം വളച്ചൊടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയുടെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡില്ലാണ്ടാക്കാൻ കളി നടന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റുള്ള കലങ്ങൾ, എഴുത്തുകളുടെ കാര്യം പറഞ്ഞു, ചരിത്രത്തെ കാര്യം പറഞ്ഞു. ഇപ്പം ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് 29 മിനിറ്റ് ആവണം. തൊട്ട് മുമ്പ് ഇന്നലെ പറഞ്ഞേ ഈ അധ്വാനിക്കുന്നത് ഇവരെന്ത് ബുദ്ധി ചെയ്യണ സാധനം ഇതൊക്കെയാണ് EMSും കാൾമാർക്സൊക്കെ തേടിയെന്നേ. ഞാൻ ഏറ്റവും പറഞ്ഞത് സിമ്പിളായിട്ട് കാൾ മാർക്സിനെ ഇല്ലാണ്ടാക്കുന്നില്ല. അയാളെന്തോ നമ്മുടെ ഹിന്ദുവിൻ്റെ നാട്ടിൽ തേടിയത് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമാണ് ഞാൻ പറയണത്. കാൾ മാർക്സ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ചെയ്തത്. അപ്പോൾ ഇതെന്താ പറയാൻ ഞാൻ കാരണം, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് ഞാൻ പറയാനുള്ള കാരണം. ഹലോ ആരോ അവിടെ നിന്ന് ഒച്ചുണ്ടാക്കുന്ന പോലെ തോന്നുന്നു, ശബ്ദം കൊണ്ടെന്തോ ചെയ്യുന്ന പോലെ തോന്നുന്നു. ആരാണ്?
നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് പ്ലീസ്? നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പല്ലേ? നിങ്ങളിത് ലൈവായിട്ട് കേൾക്കണമെന്നല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു മലയാളിനെ വിളിച്ച് കേൾപ്പിക്കുക. അല്ലടുത്തിരുത്ത് എന്നിട്ട് ഞാൻ പറയണമെന്ന് കേൾക്കുക. നിങ്ങൾ വേറെ ലാംഗ്വേജുകാരാണെങ്കിൽ ഇത് നിങ്ങളുടെ രാജ്യത്ത് ചിന്തിക്കടോ. നിങ്ങളിപ്പോൾ ചെയ്യണ ജോലി ഇല്ലാന്ന് ജോലി, ഈ അധ്വാനം ജനവിഭാഗം ഇല്ലാണ്ട് ശരീരാധ്വാനം ചെയ്യാണ്ട് ഒന്നും നടക്കില്ല. അതിൻ്റെ മൂല്യത്തെ വില കുറച്ച് കണ്ടു. അപ്പോൾ ഇത് പോലീസിനെ ബഹുമാനിക്കുക. പട്ടാളം നിങ്ങൾക്ക് ചെയ്തു തരുന്നുള്ള ശുഭാപ്തി വ്യത്യാസത്തിൽ ഇടിക്കുക. പട്ടാളം നമുക്ക് ചെയ്തു തരേണ്ടതാണ്. നമുക്ക് എല്ലാവരും തെറ്റിപ്പോയതൊക്കെ ഈ പെൻഷൻ അങ്ങനെ ഇപ്പോൾ എത്ര പൈസ കൊടുത്താലും അല്ല, ഈ 334 രൂപ എന്നല്ല അവർക്ക് വേണ്ടത്. അത് നമ്മൾ കൊടുക്കണം. അതിൽ കുശുമ്പ് ഈ മുകളിൽ നിൽക്കണ എവിടെയോ ഈ ദിശയിടുന്ന ആൾക്കാർക്ക് സന്തോഷമില്ല ഈ നാട്ടില്. ഈ സാധനം സെൻട്രൽ ഗവൺമെൻറ് ആദ്യം ഇവരുടെ ടീം, സെൻട്രൽ ഗവൺമെൻറ് ആരെങ്കിലും പിന്നെ സംസാരിക്കാം. ഇത് ബാങ്ക്, റിസർവ് ബാങ്ക് വേറെ ടീം. ഇത് എന്തിനാണെന്നൊക്കെ അന്വേഷിച്ച് ഇവിടേക്ക് ഇട്ടുകൊടുത്ത് ഇവരെ സന്തോഷം കണ്ടെത്തുന്നത് എന്തിനാന്നുള്ള ഇത് അറിയില്ല. അതിനുള്ള ബുദ്ധിബോധമില്ല. ഇത് രാജ്യത്തെ ജനങ്ങളെന്നുള്ള ചിന്താഗതി ഇല്ലാന്നേ. ഡീസെൻട്രലൈസ്ഡ് കേന്ദ്ര ഇവർ ബുദ്ധി കിടക്കണം. ഈ മാംസവന്മാരെ ബുദ്ധികളാണ് ഞാൻ പറയുന്നത്. സിംലയിലെ ബുദ്ധിയെന്ന്. ഇതിൽ അമ്മയും മോനും കൂട്ടുകാരനായിട്ട് വെക്കും, ഒരു പ്രത്യേക സബ്ജക്റ്റിനെ ഉണ്ടാക്കിയിട്ട്. ഇവർ ഡിഫറെൻ്റ് ആയിരിക്കും. അമ്മയ്ക്ക് അമ്മയുടെ വികാരം, മീൻസ് വികാരം അല്ല, മെറ്റീരിയാലിറ്റി. ഈ മോൻ്റെ മെറ്റീരിയാലിറ്റി, ആണിൻ്റെയും പെണ്ണിൻ്റെയും അല്ലെ അച്ഛനും, അതൊക്കെ സ്നേഹം ഒക്കെ ധർമ്മം തന്നെ വിചാരിക്കുക, പ്രശ്നമില്ല. ഇവർക്കൊരു പ്രസ്തുത സബ്ജക്റ്റിൽ കൂട്ടുകാരായിട്ട് നിൽക്കാം, കൂട്ടുകാരെ ഗ്രൂപ്പിൽ നിൽക്കാം അവർക്ക്. ഇത് ഗ്രൂപ്പിൽ വേറെ ആൾക്കാർക്ക് അറിയണമെന്നില്ല. ഈ അമ്മയും മോന്നുള്ള ആ ഒരു അത് ചിലപ്പോൾ അമ്മയും മോൻ തന്നെ ആവണമെന്നില്ല. ഈ സാധനത്തിലൊരു മെറ്റീരിയാലിറ്റി എവിടെയോ ഡീമെറ്റീരിയലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയണേ. അങ്ങനെ നിൽക്കുക. അതൊക്കെ ഷെയർ മാർക്കറ്റിൻ്റെ കോഡിംഗ് എന്ന് പറയുന്ന സാധനം. അപ്പം അതൊക്കെ എത്തിയാൽ പോരെ ഇതൊക്കെ.